നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ജൂൺ മാസം 1-ാം തീയതി തുടങ്ങുന്ന സിനിമാ സമരം എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അത് ആ സമരം നടക്കുമോ ഇല്ലേ എന്നൊക്കെ ഉള്ള അടിയന്തരമായ ചർച്ച ഇന്ന് എറണാകുളത്ത് നടക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയും ചേംബറിൻ്റെയൊക്കെ മീറ്റിംഗ് നടക്കുകയാണ്. രാവിലെ അമ്മയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അമ്മയുടെ പൈസ വാങ്ങിച്ചാണ്, അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഔദാര്യത്തിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആ ചേർത്തല ജയൻ എന്ന് പറഞ്ഞൊരു നടൻ എന്തൊക്കെ പറഞ്ഞില്ല, അതിന് മാനേഷ കേസോ എന്തോ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ അമ്മ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു കേട്ടു. ഇന്ന് ടി വിയിൽ എഴുതി കാണിക്കുന്നുണ്ടോ, അമ്മ ആ കേസ് വക്കീലിനെയൊക്കെ കൊടുത്ത് അമ്മ തന്നെ മോനെ രക്ഷപ്പെടുത്തു എന്ന് പറയുന്നു. പ്രതിഫല കാര്യം കുറയ്ക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയുന്നു. അമ്മയിലുള്ള ആർട്ടിസ്റ്റുകൾ സിനിമ നിർമ്മിക്കും എന്നും പറയുന്നു. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല, പ്രതിഫല കാര്യം 10 പൈസ കുറയ്ക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം. എന്തായാലും സുരേഷ് കുമാറിന് പൂർണ്ണമായ പിന്തുണ ചേംബറിന്റെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും വിതരണക്കാരുടെയും തിയേറ്ററുകാരുടെയും കിട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തള്ളി പറഞ്ഞില്ലല്ലോ. ആന്റണി പെരുമ്പാവൂരിന് മറ്റേ സംഘടനയുടെ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചു. വക്കീൽ നോട്ടീസ് അല്ല, സംഘടനയുടെ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചു. സുരേഷ് കുമാറിനെതിരെ സംസാരിച്ചതിന്റെ വിശദീകരണം ചോദിച്ചുകൊണ്ട് കുറച്ചൊക്കെ എന്താ പറയാ, കട്ടൺ റൈറ്റ് ആയിട്ട് നിന്നാലേ സംഘടനകൾ നിലനിൽക്കും. ഫെഫ്കയുടെയും അമ്മയുടെയും ഒന്നും ഒരു ഔദാര്യവും ഞങ്ങൾക്ക് വേണ്ട എന്നും ഇന്ന് ചേംബർ പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ ആണുങ്ങൾ അതിനകത്തുണ്ട് എന്ന് തെളിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം. വിശദമായ അവരുടെ എല്ലാ സംഘടനകളുടെയും ചർച്ചകൾ എന്തായി എന്നറിയട്ടെ. ഇന്നലെ ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയന്റെ ഇലക്ഷൻ ആയിരുന്നു. സ്ഥിരം ഈ ഭവനമോളിയിലെ കുട്ടിയെ പോലെ സ്ഥിരമായിട്ട് ഈ സംഘടന കൊണ്ടു നടക്കുന്ന ചിലരുണ്ടല്ലോ, അവരെല്ലാം എതിരില്ലാതെ തെരഞ്ഞെടുത്തതാണ്. അവർ തന്നെ അതിൻ്റെ തലപ്പത്തിരിക്കും. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മാത്രം ഇലക്ഷൻ നടന്നു. ഫെഫ്ക ഉണ്ടായ കാലം മുതൽ എന്താ പറയുക, മാന്യമായി അതിൽ പ്രവർത്തിച്ചിരുന്ന ഫാസിൽ കാട്ടുങ്കൽ അടക്കം റബലായി മത്സരിക്കുകയും തോൽപ്പിക്കുകയും ചെയ്തു. ആർക്കും വേണമെങ്കിലും മത്സരിക്കാമെന്നൊക്കെ ജനാധിപത്യപരമായ രീതിയിൽ സംസാരിച്ചിട്ട് ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ വന്നിരുന്ന് വോട്ട് പിടിച്ചിരുന്നു എന്ന് പറയുന്നു. ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയന്റെ ഓഫീസിൽ ഇരുന്ന് തന്നെ വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ച് വോട്ട് നമുക്ക് ചെയ്യാം, ഫാസിൽ കാട്ടുങ്കൽ പോലുള്ള നിൽക്കുന്ന അല്ലെങ്കിൽ 6-7 അസിസ്റ്റന്റ് ഡയറക്ടർമാരൊക്കെ മത്സരിച്ചു, അവർക്കൊന്ന് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ് തോൽപ്പിച്ചു. എന്നിട്ട് എന്താ പറയുക, കുടുംബ സംഘടന പോലെ സ്ഥിരമായ മുഖങ്ങൾ തന്നെ ജയിച്ചു. ഇനി അടുത്ത 3 വർഷം അവർ തന്നെ ഭരിക്കും. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞത്, ഇത്തവണ ബി ഉണ്ണികൃഷ്ണനോടൊപ്പം നിൽക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞത്, അടുത്ത ഇലക്ഷനിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് GS വിജയൻ മത്സരിക്കുമെങ്കിൽ വിജയനെതിരെ ഞാൻ മത്സരിക്കും. കാരണം ഏത് സംഘടന സിനിമയ്ക്ക് തുടങ്ങിയാലും അതിലെല്ലാം GS വിജയൻ വേണമെന്നുള്ളൊരു വാശി ശരിയല്ല. ഞാൻ പറഞ്ഞത് അതൊക്കെ നിങ്ങൾ ചുമ്മാ പറഞ്ഞത്. നിങ്ങളിപ്പോൾ പോയി ഇലക്ഷനിൽ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ വീട്ടുജോലി എല്ലാം ചെയ്തിട്ട് അടുത്ത 3 വർഷം കഴിയുമ്പോൾ ഞാൻ വിജയനെതിരെ മത്സരിക്കുന്നു എന്ന് പറയുന്നതിനൊന്നും ഒരു അർത്ഥവുമില്ല. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു ആ ഫോൺ വിളി. അപ്പോൾ വിജയനെതിരെ ഒരുപാട് എതിർപ്പ് ഒരുപാട് പേർക്കുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണനെ പേടിച്ചായിരിക്കാം ആരും പരസ്യമായി പറയുന്നില്ല. എപ്പോഴും സംഘടന ജനാധിപത്യപരമായ രീതിയിലായിരിക്കണമെന്ന് ഞാൻ പറയും. ഒരു കോക്കസ് മാത്രം സ്ഥിരമായി കൊണ്ട് നടക്കരുത്. ഇപ്പം ഞാൻ അറിഞ്ഞ ഒരുപാട് ഡയറക്ടേഴ്സ് യൂണിയനിലെ അഴിമതി കഥകൾ കേൾക്കുന്നു. BTHലൊക്കെ പോയി താമസിച്ചിട്ട്, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പോയി താമസിച്ചിട്ട് ഫെഫ്കയുടെ ചെലവിലാണ്, ഡയറക്ടേഴ്സ് യൂണിയന്റെ ചെലവിലാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നു. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാനുണ്ടായിരുന്ന കാലത്ത് എന്തായാലും ഞാൻ ജീവിച്ചിട്ടില്ല അങ്ങനെ. എന്തായാലും ഒരുപാട് വിവരങ്ങൾ വരും, ഇന്നും നാളെയായിട്ട് എനിക്ക് കിട്ടും. നമുക്ക് ഞായറാഴ്ച വിശദമായി ചേംബറിന്റെ തീരുമാനം, പ്രൊഡ്യൂസേഴ്സിന്റെ തീരുമാനം, വിതരണക്കാരുടെ തീരുമാനം, തിയേറ്ററുകാരുടെ തീരുമാനം, അമ്മയുടെ തീരുമാനം എല്ലാം ചേർത്ത് ഞായറാഴ്ച വിശദമായി പറയാം എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഫോട്ടോയ്ക്ക് പിന്നിൽ എന്നുള്ള സെഗ്മെന്റിലെ ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത്. നമസ്കാരം. ഈ ചിത്രത്തിന് പിന്നിൽ എന്നുള്ള സെഗ്മെന്റിലെ ഒരു സ്റ്റോറിയാണ് ഞാനിന്ന് പറയുന്നത്. രസകരമായ ഒരു സ്റ്റോറിയാണ്. അത് രസകരവും എനിക്കിഷ്ടവുമാകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, എൻ്റെ ഗുരുനാഥനായ JC സാറിനായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഞാനിന്ന് പറയുന്നത്. പുതിയ തലമുറയ്ക്ക് JC സാറിനെ അറിയാമോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ JC ആരായിരുന്നു എന്നറിയാമോ എന്നും എനിക്കറിയില്ല. നാടകരംഗത്ത്, പ്രൊഫഷണൽ നാടകരംഗത്ത് ഒരു കാലത്ത് സൂപ്പർ സ്റ്റാർ ആയിരുന്നു. TK ജോൺ
വൈക്കം മാളവിക എന്ന് പറഞ്ഞ് പിന്നീട് പ്രശസ്തമായ നാടക ട്രൂപ്പ് ഉണ്ടാക്കിയ ടി കെ ജോണും ജെ.സി. സാറും കൊല്ലം കാളിദാസ കലാകേന്ദ്രം, മുകേഷിന്റെ അച്ഛന്റെ നേതൃത്വത്തിലുള്ള കാളിദാസ കലാകേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന കാലത്ത് സൂപ്പർ താരമായിരുന്നു. ഇന്ന് നമ്മൾ ദുൽഖറിനെയോ മമ്മൂട്ടിയോ മോഹൻലാലിനെയൊക്കെ കാണാൻ നിൽക്കുന്നത് പോലെയായിരുന്നു ഉത്സവ പറമ്പുകളിൽ ജെ.സി. കുറ്റിക്കാടിനെയും ടി കെ ജോണിനെയൊക്കെ കാണാൻ ആളുകൾ കൂടിയിരുന്നത്. നാടകവണ്ടിയിൽ മുഴുവൻ ക്രൂവും സഞ്ചരിക്കുമ്പോൾ ടി കെ ജോണും ജെ.സി. സാറും കൂടി ഒരു കാറിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. എവിടെയാണോ ഉത്സവ പറമ്പിൽ, എവിടെയാണോ നാടകം നടക്കുന്നത് അവിടെ വരെ കാറിൽ പോകുമായിരുന്നു. അങ്ങനെ വിജയിച്ച നായകനായിരുന്നു, നല്ല ചിത്രകാരനായിരുന്നു, നല്ല വോളിബോൾ പ്ലെയർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരന്മാരെല്ലാം കൂടെ കൂട്ടി വോളിബോളിന്റെ ഒരു ക്രൂ തന്നെ ഉണ്ടാക്കിയിരുന്നു. നന്നായിട്ട് ലേഔട്ട് ചെയ്യുമായിരുന്നു. പിന്നെ സിനിമയ്ക്ക് തിരക്കഥ എഴുതി, സിനിമ സംവിധാനം ചെയ്തു, സിനിമയിൽ അഭിനയിച്ചു, നാടകങ്ങൾ ഒരുപാട് ചെയ്തു, പത്രപ്രവർത്തകനായിരുന്നു, നോവലിസ്റ്റ് ആയിരുന്നു. ഒരു കാലത്ത് ഇപ്പോൾ ജോയ്സിയൊക്കെ നിൽക്കുന്നതിന്റെ 100 ഇരട്ടി പ്രതാപത്തിൽ നിന്ന ആളായിരുന്നു ജെ.സി. കുറ്റിക്കാട്. ഒരുപാട് നോവലുകൾ എഴുതിയിട്ടുണ്ട്. ബഹുമുഖ പ്രതിഭയായിരുന്നു എൻ്റെ ഗുരുനാഥൻ. തൻ്റെ കർമ്മമണ്ഡലം ഏതെന്നുള്ള തെരച്ചിലിനൊന്നും നിൽക്കാതെ പല വഴികളിലൂടെ സഞ്ചരിച്ച മനുഷ്യനായിരുന്നു എൻ്റെ ഗുരുനാഥനായ ജെ.സി. സാർ എന്ന ജെ.സി. എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന കലാകാരൻ. അവസാനം സിനിമാ സംവിധാനത്തിൽ മാത്രം ഒതുങ്ങി എൻ്റെ ഗുരുനാഥൻ. ഞാൻ ഒരിക്കൽ ചോദിച്ചു, പുറപ്പാട് നടക്കുമ്പോഴാണെന്ന് തോന്നുന്നു, ഞാൻ സാറിനെ ചോദിച്ചു, സാർ എന്ത് സാർ അഭിനയം നിർത്തിയെന്ന് വെച്ചപ്പോൾ സാർ പറഞ്ഞത്, ചായം തേച്ച് നമ്മുടെ സത്വം നഷ്ടപ്പെടുകയും വിവിധ കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, സ്ക്രീനിൽ എന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര നാണം തോന്നും, അഭിനയിച്ചിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നും, അതുകൊണ്ടാണ് അഭിനയം നിർത്തിയത് എന്നാണ് ജെ.സി. സാർ എന്നോട് പറഞ്ഞത്. 65-ാമത്തെ വയസ്സിൽ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഇന്നലെ പോലെ, 65-ാമത്തെ വയസ്സിൽ ജെ.സി. സാർ വിട പറയുമ്പോൾ 33 സിനിമകൾ സാർ സംവിധാനം ചെയ്തിരുന്നു. ശാപമോഷം മുതൽ ഒരു സങ്കീർത്തനം പോലെ വരെ. അതിലെ അവസാന ചിത്രം സങ്കീർത്തനം പോലെ ഞാനായിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ. സിനിമയിൽ നടനായിട്ടായിരുന്നു തുടക്കം, പിന്നെ തിരക്കഥാകൃത്തായി, ഒടുവിൽ സിനിമാ സംവിധായകനായി 2 സീരിയലുകൾ ദൂരദർശന് വേണ്ടി ചെയ്തു. 2ഉം മുഖപ്പക്ഷികളും കുതിരകളും വലിയ വിജയമായിരുന്നു. 2ന്റെയും അസോസിയേറ്റ് ഡയറക്ടർ ഞാനായിരുന്നു. രാമു കാര്യാട്ടിന്റെ ചെമ്മിന് ശേഷം രാമു കാര്യാട്ട് ചെയ്ത 7 രാത്രികൾ എന്ന് പറഞ്ഞ സിനിമയിൽ കാൽഡി ഗോപിയുടെ പ്രശസ്തമായ നാടകമാണ്. അതിലെ സിനിമയാക്കിയപ്പോൾ അതിലെ നായകൻ ജെ.സി. സാറായിരുന്നു. കള്ളിച്ചെല്ലമ്മയിലും അടിമകളിലും നിഴലാട്ടത്തിലും കുട്ടിയിടത്തിലുമൊക്കെയായി 15 സിനിമകളിൽ ജെ.സി. സാർ സിനിമയിൽ അഭിനയിച്ചു. 6 സിനിമകൾക്ക് തിരക്കഥ എഴുതി. ഉദയായിൽ അസിസ്റ്റന്റ് ഡയറക്ടറാവും പോയി. മനസ്സിലുള്ള സിനിമയും ഉദയായിലെ സിനിമകളും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നും, കുഞ്ചാക്കോയെ താണു വീണ് തൊഴുത് നിൽക്കണമെന്നും, ഒരു അടിമപ്പണി പോലെ നിൽക്കണമെന്നും, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വികട സരസ്വതി പ്രയോഗങ്ങൾ കേട്ടു നിൽക്കണം എന്നതും എനിക്ക് പറ്റിയതല്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഉദയ വിട്ടു. പി.എ. തോമസിനോടൊപ്പം ഒരു സിനിമയിൽ സംവിധാന സഹായിയായ മൂലധനവുമായിട്ടാണ് ശാപമോഷം എന്ന സിനിമ സംവിധാനം ചെയ്യാനായി ജെ.സി. സാർ തയ്യാറായത്. ഉദയായിൽ ഫ്ലോറിലേക്ക് കുഞ്ചാക്കോ വരുന്നതിന് മുമ്പ് ഒരു മണിയടിക്കും, അതായത് കുഞ്ചാക്കോ മുതലാളി വരുന്നു എന്ന് കാണിക്കാനായിട്ട്. എന്നോടൊരാൾ പറഞ്ഞത്, ഇദ്ദേഹത്തെ തൊഴിലാളികൾക്ക് ഒരാൾക്കും കണ്ണി നേരെ കണ്ടുകൂടായിരുന്നു, തൊഴിലാളി വിരുദ്ധനായിരുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, അതിൽ പലരും കേന്ദ്രന്മാരായ ആൾക്കാരുണ്ടായിരുന്നു. ഇവരപ്പോൾ ഒരു ബീഡി കത്തിച്ച് വലിക്കും ഈ ബെല്ലടി കേട്ട ശേഷം. കുഞ്ചാക്കോ മുതലാളി നടന്നു വരുമ്പോൾ അദ്ദേഹത്തെ കണ്ടതുകൊണ്ട്, പെട്ടെന്ന് അദ്ദേഹം വന്നതുകൊണ്ട് ബഹുമാനത്തോടെ എന്നുള്ള രീതിയിൽ ഈ പുക ഊതി വിട്ടിട്ട് അതിനെ കളഞ്ഞിട്ട് ഇങ്ങനെ ഊതിക്കളയുമെന്ന്. കുഞ്ചാക്കോയ്ക്ക് മനസ്സിലാവും ഇത് എന്നെ ഊതിയതാണ്. അത്രയ്ക്ക് മുതലാളിയെ തൊഴിലാളികൾക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഈ ഒരു പുളു അടിക്കുന്ന ഒരുത്തൻ ക്യാമറയുടെ വണ്ടി വന്ന് വായൊക്കെ അടിക്കുമല്ലോ, വേണു എന്ന് പറഞ്ഞു, വേണുജി എന്നാണ് അതൊക്കെ പറഞ്ഞു. അയാളെ പോലുള്ള ചില എർത്തുകൾ മാത്രമേ ഉള്ളൂ കുഞ്ചാക്കോ മുതലാളി എന്ന് പറഞ്ഞ് നടന്നത്. ഒരുപാട് തൊഴിലാളി ദ്രോഹം ചെയ്തിരുന്ന ഒരു മുതലാളിയായിരുന്നു അദ്ദേഹം. എന്തായാലും ജെ.സി. സാറിന് അത് പറ്റില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഉദയമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു. പി.എ. തോമസ് 1965 65 എന്ന് പറയുമ്പോൾ 35, 20, 55, 60 വർഷം മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. 1965 ഭൂമിയിലെ മാലാഖ എടുക്കുമ്പോൾ അദ്ദേഹം നാടക നടനായിരുന്നു. പിന്നെ നിർമ്മാതാവും നടനും സംവിധായകനും ഒക്കെ ആയി മാറിയ ആളാണ് പി.എ. തോമസ്. പി.എ. തോമസിന്റെ മുഖ്യ സഹായി അന്ന് ആലപ്പുഴക്കാരനായ
ഒരു ജോൺ ആയിരുന്നു, ജോൺ BA. ജോണ് സിനിമയിലെത്തിയപ്പോൾ പേരൊന്ന് മാറ്റി, സംവിധായകനാകാനായിട്ട് ഇറങ്ങിയപ്പോൾ പേരൊന്ന് മാറ്റി. ജോണ് ശശികുമാർ BA എന്നാക്കി മാറ്റി. അങ്ങനെ ജ്ഞാനസ്നാനം ചെയ്തു എന്ന് പറയാം. പിന്നെ അത് ലോപിച്ചാണ് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ ശശികുമാർ ആയി മാറിയത്. സിനിമയിലെ ക്യാമറയ്ക്ക് മുന്നിലും തുടക്കകാലത്ത് ശശികുമാർ ഒന്ന് പയറ്റി നോക്കിയതാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ ഈ പണി എനിക്ക് പറ്റിയതല്ല എന്ന് കണ്ടപ്പോൾ സ്വയം പിന്മാറി. കുറേ സിനിമകളിൽ വില്ലനായിട്ടൊക്കെ അഭിനയിച്ചു നോക്കി. ഭൂമിയിലെ മാലാഖയിൽ സംവിധാന സഹായി മാത്രമല്ല, തിരക്കഥാകൃത്തും JC എന്ന പയ്യൻ്റെതായിരുന്നു. തീർന്നില്ല, നല്ലൊരു ചിത്രകാരൻ ആയിരുന്നതിനാൽ ഭൂമിയിലെ മാലാഖയ്ക്ക് വേണ്ടി ചില പരസ്യ ഡിസൈനുകളും ചെയ്തു. അവിടെയും തീർന്നില്ല, PA തോമസുമായിട്ടുള്ള JCയുടെ ആത്മബന്ധം. സംവിധായകൻ എന്ന നിലയിൽ പേരെടുത്ത ശേഷം PA തോമസ് 1983 നിർമ്മിച്ച ഭരത് ഗോപിയും ബാലങ്കൻ നായരും പ്രധാന വേഷങ്ങൾ ചെയ്ത നിഴൽ മൂടിയ നിറങ്ങൾ എന്ന സിനിമയുടെ സംവിധായകനുമായിരുന്നു. ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കൂ, സംവിധാന സഹായിയായി ചെന്ന PA തോമസ് നിർമ്മിച്ച സിനിമയുടെ സംവിധായകനായി പിന്നീട് എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം നമുക്ക് മനസ്സിലാക്കാം. PA തോമസ് നിർമ്മിച്ച അവസാന ചിത്രം ഈ നിഴൽ മൂടിയ നിറങ്ങളായിരുന്നു. മനോരമ ആഴ്ചപ്പതിപ്പിൽ ജോൺ ആലിങ്കൽ എഴുതിയ ജനപ്രിയ നോവലായിരുന്നു നിഴൽ മൂടിയ നിറങ്ങൾ. പത്രപ്രവർത്തകനായ ജോസഫ് മാടപ്പള്ളിയായിരുന്നു തിരക്കഥ എഴുതിയത്. ഭൂമിയിലെ മാലാഖയ്ക്ക് പിന്നാലെ P. ഭാസ്കറിന്റെ സംവിധാന സഹായിയായിരുന്ന P. വിജയൻ സ്വതന്ത്ര സംവിധായകനാകാൻ തീരുമാനിച്ചപ്പോൾ JCയാണ് തിരക്കഥ എഴുതിയത് അഴിമുഖം. കൊച്ചിയെ ഒരു പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ സിനിമയായിരുന്നു അഴിമുഖം എന്ന് പറയാം. ഈ അഴിമുഖത്തിന് വേറൊരു പ്രത്യേകതയോടെ ഉണ്ട്. നമ്മുടെ കൊച്ചിൻ അനീഫ് ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ കൂടിയാണ് അഴിമുഖം. രാജാങ്കണം, തുടർമുഖം എന്നീ സിനിമകളിലും JC സാർ സംവിധാനം ചെയ്ത ഈ 2 സിനിമകളിലും കൊച്ചിയെ ഒരു പ്രധാന കഥാപാത്രമാക്കിയിട്ടുണ്ട്. പ്രശസ്ത കാർട്ടൂണിസ്റ്റ്, കാർട്ടൂൺ വരയിൽ തൻ്റെതായ ഐഡന്റിറ്റി തെളിയിച്ച കാർട്ടൂണിസ്റ്റ് തോമസ്, മണിമുഴക്കമൊക്കെ നിർമ്മിച്ച കാർട്ടൂണിസ്റ്റ് തോമസ് ഡിസൈനേഴ്സ് എന്ന ഒരു പരസ്യ സ്ഥാപനം കൊച്ചിയിൽ തുടങ്ങിയപ്പോൾ അതുവരെയുള്ള പരസ്യ രീതിയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഡിസൈനേഴ്സിന്റെ പരസ്യങ്ങൾ. മേനോൻ ആൻഡ് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് പ്രശസ്തമായ ഒരു പാരലൽ കോളേജ് ഉണ്ടായിരുന്നു ഒരു കാലത്ത് എറണാകുളത്ത്. ആ പാരലൽ കോളേജിന്റെ പരസ്യങ്ങൾ ഡിസൈനേഴ്സാണ് ചെയ്തിരുന്നത്. സമാന്തര വിദ്യാഭ്യാസ മേഖലയ്ക്ക് വിശ്വാസ്യത ഉണ്ടാക്കി കൊടുക്കാൻ മേനോൻ ആൻഡ് കൃഷ്ണയ്ക്ക് പെട്ടെന്ന് കഴിഞ്ഞു. ഡിസൈനേഴ്സിന്റെ നൂതന പരസ്യങ്ങൾ അതിനൊരുപാട് ഗുണം ചെയ്തു. അടവച്ച് വിരയിച്ച മുട്ടയിൽ നിന്ന് അക്ഷര കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നതായിരുന്നു തോമസ് ചെയ്തു കൊടുത്ത മേനോൻ ആൻഡ് കൃഷ്ണനുള്ള പരസ്യം. പിന്നാലെ ആദത്തിന്റെയും ഹവയുടെയും നഗ്നത മറയ്ക്കാൻ ഇലകൾ കൊണ്ട് നഗ്നത മറച്ചു നിൽക്കുന്ന പരസ്യം മോഡലുകൾ വെച്ച് ചെയ്ത് ഷീമാട്ടി ടെക്സ്റ്റൈലിന് വേണ്ടി ഡിസൈനേഴ്സ് ചെയ്ത പരസ്യങ്ങളും വലിയ ശ്രദ്ധേയമായി. ഡിസൈനേഴ്സിന്റെ പരസ്യപ്പുരയിൽ തോമസിനോടൊപ്പം JC സാറും ഉണ്ടായിരുന്നു. പരസ്യ കൽപ്പനകൾക്ക് സൂട്ടബിളായ വാചകങ്ങൾ എഴുതുന്നത് JC സാറായിരുന്നു. കോപ്പി റൈറ്റിംഗ് എന്ന ശാഖയ്ക്ക് മലയാളത്തിൽ തുടക്കം കുറിച്ചത് JC സാർ ആയിരുന്നു എന്ന് പറയാം. ഡിസൈനേഴ്സിന്റെ പരസ്യങ്ങൾ പത്രത്തിന്റെ ഫ്രണ്ട് പേജിന് ചാരുത നൽകും എന്ന് മനസ്സിലാക്കിയ പത്രസ്ഥാപനങ്ങൾ അകത്ത പേജിന്റെ നിരക്കിൽ ഫ്രണ്ട് പേജിൽ പരസ്യങ്ങൾ നൽകുമായിരുന്നു. കാരണം ആ ഡിസൈനേഴ്സ് അല്ലെങ്കിൽ കാർട്ടൂണിസ്റ്റ് തോമസ് ചെയ്യുന്ന പരസ്യങ്ങൾ പത്രത്തിന്റെ ഫ്രണ്ട് വരുമ്പോൾ ആ പത്രത്തിന്റെ ഫ്രണ്ട് പേജിന് നല്ല ഭംഗി കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ അകത്ത പേജിന്റെ ചാർജിൽ 1-ാം പേജിൽ പരസ്യം കൊടുക്കുമായിരുന്നു. JC നായകനായ രാമു കാര്യേട്ടിന്റെ 7 രാത്രികളിലൂടെ ഡിസൈനറും കാർട്ടൂണിസ്റ്റ് തോമസ് ആയിരുന്നു. അതിന്റെ പരസ്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തത് കാർട്ടൂണിസ്റ്റ് തോമസ് ആയിരുന്നു. അങ്ങനെ തോമസ് നിർമ്മിച്ച സെന്റ് തോമസും കേരളത്തിലെ കത്തോലിക്കരും എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകനായാണ് JC സാറ് സംവിധാന രംഗത്ത് തുടക്കം കുറിച്ചത്. അക്കാലത്ത് ചിത്ര പൗർണമി എന്ന് പറഞ്ഞ സിനിമാ വാരികയിൽ കാർത്തികേയൻ ആലപ്പുഴ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ് ഒരു തുടരൻ നോവൽ എഴുതിയിരുന്നു. അത് ശ്രദ്ധിച്ച കാർട്ടൂണിസ്റ്റ് തോമസ് നമുക്കിത് സിനിമയാക്കിയാലോ, അല്ലെങ്കിൽ നമുക്കിത് സിനിമയാക്കാമെന്ന് JC സാറുമായിട്ട് സംസാരിച്ചു. JC തന്നെ സംവിധാനം ചെയ്യും എന്ന് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് ശാപമോഷം എന്ന് പറഞ്ഞ JC സാറിന്റെ ആദ്യത്തെ സിനിമ ജന്മം കൊള്ളുന്നത്. ഞാൻ JC സാറിന്റെ അവസാന കാലഘട്ടത്തിൽ സങ്കീർത്തനം പോലെയുള്ള സിനിമ, പുറപ്പാട് പോലുള്ള സിനിമകൾക്കും മോഹപക്ഷികളും കുതിരകളും പോലുള്ള സീരിയലുകൾക്കും ഒക്കെ
സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് സാറിനോടൊപ്പം കൊച്ചിൻ ടവറിലൊക്കെ താമസിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഈ തലയിൽ എന്തോ അസുഖമുണ്ട്, മുടിയെല്ലാം പുഴുക്കുത്തു പിടിച്ചതുപോലെ ഊരിപ്പോയ ആളാ തോമസ് ഏട്ടൻ. അതുകൊണ്ട് തന്നെ MGR ഒക്കെ വയ്ക്കുമ്പോഴത്തെ ഒരു തൊപ്പിയും വെച്ചിട്ടാണ് വരുന്നത്. അയ്യോ, വാ തുറന്നാൽ ചിരിപ്പിച്ച് മണ്ണ് കപ്പുമായിരുന്നു. പാവം മനുഷ്യൻ, നല്ല മനുഷ്യനായിരുന്നു തോമസ് ഏട്ടൻ. ജേസി സാറ് സ്നേഹപൂർവ്വം ബേബിച്ചൻ എന്ന് വിളിക്കുന്ന ജോസ് പ്രകാശ് ആയിരുന്നു ശാപമോക്ഷത്തിലെ നായകൻ. ഈ ചിത്രത്തിനായി ദേവരാജൻ മാസ്റ്റർ ഈണമിട്ട ആദ്യത്തെ രാത്രിയെ വരവേൽക്കാൻ എന്ന ഗാനം ഒരു വിവാഹ റിസപ്ഷനിൽ പാടുന്ന ഗായകനായി ജേസിയുടെ ആത്മസുഹൃത്തായിരുന്ന കൃഷ്ണൻ നായർ ജയനായി സിനിമയിൽ തുടക്കം കുറിച്ചു. ശാപമോക്ഷത്തിലെ ഈ ആദ്യത്തെ രാത്രിയെ വരവേൽക്കാൻ എന്നുള്ള പാട്ട് പാടിക്കൊണ്ടാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നത്. ശാപമോക്ഷത്തെ തുടർന്ന് അശ്വതി എന്ന ചിത്രം കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് 93-ാമത്തെ വയസ്സിൽ നിര്യാതനായ ശിവരാഘവൻ ബാലകൃഷ്ണ സാറാണ് ഈ പറയുന്ന അശ്വതിക്ക് തിരക്കഥ എഴുതിയത്. പിന്നാലെ കമൽഹാസൻ നായകനാകുന്ന അഗ്നിപുഷ്പം. 3 സിനിമകളും കച്ചവട രംഗത്ത് വിജയങ്ങളായില്ല. സമാന്തര സിനിമയുടെ പക്ഷത്ത് എത്തിയതുമില്ല. എന്നാൽ നമ്മുടെ സിനിമകൾക്കുള്ള നിയതമായ രീതിയിൽ നിൽക്കാതെ നല്ല സിനിമയ്ക്കായി ഒരു പുതിയ സംവിധായകൻ വരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഈ 3 സിനിമകളും. പ്രമേയത്തിലും ക്യാരക്ടർ കാസ്റ്റിങ്ങിലും ആവിഷ്കരണ രീതിയിലും വേറിട്ട സഞ്ചാരമായിരുന്നു ഈ 3 സിനിമകൾക്കും. ശാപമോക്ഷം, അഗ്നിപുഷ്പം, അതുപോലെ തന്നെ എന്താ പറയുക അശ്വതി, 3 സിനിമകൾക്കും സ്ഥിരമായി കാണുന്ന പാറ്റേൺ ആയിരുന്നില്ല എന്ന് നല്ല സിനിമകൾ കാണുന്നവർ വിലയിരുത്തി. KG ജോർജ്, ഭരതൻ, പത്മരാജൻ, മോഹൻ തുടങ്ങിയവരുടെ ചിത്രങ്ങളോട് എന്നും ആദരവ് കാണിച്ചിരുന്ന സംവിധായകനായിരുന്നു ജേസി സാർ. പക്ഷേ തേടി വന്ന അവസരങ്ങളെ ഈ പറഞ്ഞ സംവിധായകരുടേത് പോലുള്ള സിനിമകളായി എടുക്കാൻ പറ്റിയ അന്തരീക്ഷം ജേസി സാറിന് കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം. അതിൽ മരിക്കും വരെ ഖിന്നനായിരുന്നു ജേസി സാർ. പുറപ്പാടിന്റെ പരാജയം, വലിയ പ്രതീക്ഷയോടെ ജേസി സാർ ചെയ്ത പുറപ്പാടിന്റെ പരാജയം മാനസികമായി സാറിനെ തളർത്തിയിരുന്നു. അതിനുശേഷം രക്തമില്ലാത്ത മനുഷ്യർ, VT നന്ദകുമാറിന്റെ രക്തമില്ലാത്ത മനുഷ്യർ പോലുള്ള പൊള്ളുന്ന വിഷയങ്ങൾ സിനിമയാക്കിയിട്ടും അർഹിക്കുന്ന വിജയമോ പേരോ എൻ്റെ ജേസി സാറിന് കിട്ടിയില്ല. ഒരു വെളിപ്പാട് അകലെ പോലുള്ള നല്ല സിനിമ ചെയ്തിട്ട് പോലും ഇവിടുത്തെ പേനയുന്തുകാർ ആ സിനിമയെ കണ്ടതായി പോലും കാണിച്ചില്ല. കാരണം അവരൊക്കെ ചില പോക്കറ്റുകളെ മാത്രമല്ലേ പൊക്കി പറയൂ. ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു വെളിപ്പാട് അകലെ എന്ന് പറഞ്ഞ MG സോമനും സുജാതയും അഭിനയിച്ച, വേണുനാഗവള്ളി അഭിനയിച്ച മനോഹരമായ സിനിമയായിരുന്നു. ചെയ്യാൻ പാടില്ലായിരുന്ന സിനിമകൾ ചെയ്യേണ്ട ഗതികേട് ജീവിതത്തിൽ ഉണ്ടായപ്പോഴും താൻ ചെയ്ത ഒരു ചിത്രത്തെയും ഒരിക്കലും ജേസി സാർ തള്ളി പറഞ്ഞില്ല. തിരക്കഥ പാളിപ്പോയി, കാസ്റ്റിങ്ങിൽ പിഴവ് പറ്റി, നിർമ്മാതാവ് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് പരാജയ സിനിമകളെ ന്യായീകരിക്കുന്ന നാട്ടിൽ തൻ്റെ സിനിമകളുടെ പരാജയങ്ങളെ സ്വയം ഏറ്റെടുത്ത ആളായിരുന്നു ജേസി സാർ. മരിക്കുന്നതിന് മുമ്പ് മനസ്സിൽ ആഗ്രഹിച്ചതുപോലൊരു സിനിമ ചെയ്യണം, അതിന് കഴിയണം എന്ന് മോഹിച്ച സംവിധായകനായിരുന്നു ജേസി സാർ. സാറാ തോമസിന്റെ വലക്കാർ അടക്കം പലതും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മരിച്ച ആളാണ് ജേസി സാർ. നടന്നില്ല. ശാന്താറാമിന്റെ സിനിമകളോടായിരുന്നു എന്നും ജേസി സാറിന് ഇഷ്ടം. പിന്നെ ബിമൽ റോയുടെയും. മലയാള സംവിധായകര് KS സേതുമാധവനായിരുന്നു എന്നും മാതൃകയും ഗുരുസ്ഥാനീയനും. സേതു സാറിന്റെ കലയും കച്ചടവും സമാസമം ചേർത്തുള്ള സിനിമകൾ ആകർഷനായിരുന്നു ജേസി സാർ. ഒരു നല്ല കവിത, ഒരു നല്ല കഥ, നാടകം, സിനിമ ഇവയിൽ ഏത് കണ്ടാലും അഭിനന്ദിക്കാൻ ഒരു മടിയുമില്ലാത്ത മനസ്സിനുടമയായിരുന്നു ജേസി സാർ. ഇടനാഴിയിൽ ഒരു കാലൊച്ച എന്ന P. പത്മരാജന്റെ കഥ അച്ചടിച്ചു വന്ന് വായിച്ച ഉടനെ ഈ കഥയ്ക്ക് ഒരു സിനിമയാക്കാനുള്ള യോഗ്യതയുണ്ട് എന്ന് കത്തെഴുതിയ ആളായിരുന്നു ജേസി സാർ. പത്മരാജൻ കത്തെഴുതി, ഇടനാഴിയിൽ ഒരു കാലൊച്ച വായിച്ചു, ഇതിനൊരു സിനിമയാകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് എന്ന് എഴുതി. വർഷങ്ങൾക്ക് ശേഷം ഇടനാഴിയിൽ ഒരു കാലൊച്ച എന്ന കഥ സംവിധായകൻ മോഹന് വേണ്ടി ശാലിനി എന്റെ കൂട്ടുകാരിയായി പത്മരാജൻ തിരക്കഥ എഴുതി കൊടുത്തു. സാറാ തോമസിന്റെ പവിഴമുത്ത് ജേസി സാർ സിനിമയാക്കി. തിരക്കഥ എഴുതി വന്നപ്പോൾ മർമ്മപ്രധാനമായ ചില സീനുകൾക്ക് മാറ്റു പോരാ എന്ന് ജേസി സാറിന് തന്നെ തോന്നി. ആ സീനുകൾ എനിക്കൊന്ന് മാറ്റി എഴുതി തരണമെന്ന് സുഹൃത്തായ ജേസിയുടെ അഭ്യർത്ഥന പത്മരാജൻ അനുസരിച്ചു, എഴുതി കൊടുത്തു. അവരുടെ ആർക്കും അറിഞ്ഞൂടാത്ത അപൂർവമായ ഒരു കാര്യമാണ്. പവിഴമുത്തിന്റെ സ്ക്രിപ്റ്റെല്ലാം എഴുതി വന്നപ്പോൾ ചില മർമ്മപ്രധാനമായ സീനുകൾ പോരാ എന്ന് തോന്നിയപ്പോൾ പത്മരാജൻ
"പപ്പാ, എനിക്കിതൊന്ന് തിരുത്തി തരണം. ഈ 2-3 സീനുകൾ നിങ്ങളൊന്ന് മാറ്റി തരണം" എന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയുമില്ലാതെ എഴുതി കൊടുത്ത ആളായിരുന്നു പത്മരാജൻ. പത്മരാജന്റെ തീക്ഷ്ണമായ ഒരു തിരക്കഥ, തനിക്ക് സിനിമയാക്കണമെന്ന അടങ്ങാത്ത മോഹം സഫലമാകാതെ ആയിരുന്നു സാറിന്റെ സിനിമാ ജീവിതം അവസാനിക്കുന്നത്. പത്മരാജന്റെ ഒരു തിരക്കഥയിൽ സിനിമ ചെയ്യണം. ഇപ്പൊ VT നന്ദകുമാറിന്റെ രക്തമില്ലാത്ത മനുഷ്യനടക്കം ചെയ്തിട്ടുള്ള ആള് എന്നുള്ള നിലയ്ക്ക് മനോഹരമായി ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷെ ഒരു തിരക്കഥ കിട്ടിയില്ല. അതിനുള്ള യോഗം ഉണ്ടായില്ല എനിക്ക് എന്ന് പലവട്ടം സാർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. MTയുമായി നല്ല ബന്ധമായിരുന്നു. ഒരു തിരക്കഥയ്ക്കായി ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അവിടെയും വിധി പുറംതിരിഞ്ഞു നിന്നു. SL പുരം സദാനന്ദൻ, ഷെരീഫ് ആലപ്പുഴ, അവളുടെ രാവുകളൊക്കെ എഴുതിയ ഷെരീഫ് ആലപ്പുഴ, ജോൺ പോൾ, കല്ലു ഡെന്നീസ് ജോസഫ് മുതലായവർ JC സാറിനായി നിരവധി തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ആരുടെയും തിരക്കഥയിൽ നിന്നും എന്നും ഓർക്കുന്ന ഒരു സിനിമ ജന്മം കൊണ്ടില്ല JC സാറിന്റെ പേരിൽ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന ഫോട്ടോയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട്. നിങ്ങൾ ആ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ 2 പേരെ പരിചയം ഉണ്ടാകാം. ഒന്ന് JC സാറ്, ഒന്ന് മലയാളത്തിന്റെ പ്രശസ്തനായ നോവലിസ്റ്റ് M മുകുന്ദൻ. ആ 2 പേരെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാടകരംഗത്ത് നിന്ന് സിനിമാ നടനിലേക്കും തിരക്കഥാകൃത്തിലേക്കും ഒടുവിൽ സംവിധാനത്തിലും ചുവടുമാറ്റുന്ന JC സാറിന്റെ കാലം. നേവിയിലെ ഉദ്യോഗം അവസാനിപ്പിച്ച് കൊല്ലത്തുകാരൻ കൃഷ്ണൻ നായർ എറണാകുളം തന്റെ തട്ടകമായി തെരഞ്ഞെടുത്ത കാലം. ഒരു ലോഡ്ജ് മുറി മാസവാടകയ്ക്കെടുത്ത് താമസം, മുടങ്ങാതെ എക്സസൈസ് ചെയ്ത് ദൃഢമാക്കിയ ശരീരവും ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റവും പുഞ്ചിരിയും, സദാസമയം കണ്ണിലെ മുട്ട പോലുള്ള കൂളിംഗ് ഗ്ലാസ്, സഫാരി സൂട്ടും ധരിച്ച് ജാവ ബൈക്കിലും ഫിയറ്റ് കാറിലും തിരക്കില്ലാത്ത കൊച്ചിയിലെ MG റോഡിലൂടെ വേഗത കുറച്ച് ഓടിക്കുകയും പരിചിതർക്ക് ഒരു പ്രത്യേക രീതിയിൽ ഹായ് പറഞ്ഞ് നീങ്ങുന്ന കൃഷ്ണൻ നായർ. പടം തുടങ്ങുന്നതിന് 1 മിനിറ്റ് മുൻപ് വരെ തിയേറ്ററിലെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധ തന്നിലേക്ക് ആവാഹിക്കുന്ന പ്രകൃതം. ജോസ് ജംഗ്ഷനിൽ ജോസ് പ്രകാശ് നടത്തുന്ന ഡ്രൈ ക്ലീനിങ് സ്ഥാപനത്തിൽ ദിവസവും 2 നേരം വന്നു നിന്ന് ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ദിനചര്യ. എറണാകുളത്ത് ആവശ്യക്കാർക്ക് അരി ഹോൾസെയിലായി ഇറക്കി ഇഷ്യൂ ചെയ്യുന്ന സൈഡ് ബിസിനസ് ആയിരുന്നു അന്ന് കൃഷ്ണൻ നായർക്കുണ്ടായിരുന്നത്. ഇതിനിടയിൽ എപ്പോഴോ ബേബിച്ചൻ എന്ന ജോസ് പ്രകാശോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ രാജൻ പ്രകാശോ എന്താ പറയാ, ഈ കൃഷ്ണൻ നായർ കാണാൻ വരുന്നതിനിടയിൽ JC എന്ന് പറഞ്ഞ കലാകാരനുമായി ചങ്ങാത്തം ഉണ്ടായി. ആ സൗഹൃദം JCയുടെ വീട്ടിൽ പോയി മണിക്കൂറുകളോളം ക്യാരംസ് കളിയും സംഭാഷണങ്ങൾക്കും വഴിമാറി. അയ്യപ്പൻകാവിൽ ഒരു ചെറിയ വാടക വീട്ടിൽ കഴിയുന്ന JCയുമായി ക്യാരംസ് കളിക്കുമ്പോൾ താൻ നാളെ പവൻവിലുള്ള നായകനായി മാറും, JC തിരക്കുള്ള സംവിധാനമായി തീരും എന്നൊന്നും ഇരുവരും കരുതിയിരിക്കാൻ സാധ്യതയില്ല. ക്യാരംസ് കളിക്കിടയിലെ വർത്തമാനത്തിൽ ഒരു നാള് സീരിയസ് ആയ വർത്തമാനമായി മാറി. നമുക്കൊരു സിനിമ എടുത്താലോ JC എന്നായി കൃഷ്ണൻ നായർ. JC സംവിധാനം, ഞാൻ നിർമ്മാണം, അതിൽ ശ്രദ്ധേയമായ ഒരു വേഷം എനിക്ക് തരണം. ആലോചനകൾ പല വഴി പോയി. നന്നായി വായിക്കുന്ന ആളാണ് JC സാർ. നമ്മുടെ പല സംവിധായകർക്കും ഇല്ലാത്ത ഒരു ക്വാളിറ്റിയാണല്ലോ അത്. JC സാറ് അയ്യപ്പൻകാവില് പണിത ശ്രീലകം എന്ന വീടിന് രസകരമായ ഒരു ശില്പഭംഗിയാണുള്ളത്. 1ാം നിലയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ 2ാം നില വഴി താഴേക്ക് ഇറങ്ങണം. അങ്ങനെയാണ് ആ വീട് ചെയ്തിരിക്കുന്നത്. റോഡ് നിരപ്പിലാണ് 1ാം നിലയെങ്കിലും ഗേറ്റ് തുറന്നാൽ 2ാം നിലയിലേക്കാണ് വഴി തുറക്കുന്നത്. പടിക്കെട്ടുകൾ കയറുമ്പോൾ ചുവരിൽ ഒരു ശില്പം കൊത്തി വെച്ചിട്ടുണ്ട് കറുത്ത നിറത്തിൽ. അത് യേശു ക്രിസ്തു ആണോ, രവീന്ദ്രനാഥ ടാഗോർ ആണോ, അതോ യേശുദാസ് ആണോ എന്ന് ആർക്കും സംശയം തോന്നും. എനിക്ക് തോന്നി. എന്തായാലും ആദ്യമായിട്ട് അയ്യപ്പൻകാവിലെ ശ്രീലകത്തിൽ JC സാറിനെ കാണാൻ പോയപ്പോൾ പുറപ്പാടിലൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടി ചെന്ന കാലത്ത് ഈ ചുവരിലിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇത് യേശുദാസിനല്ലേ കൊത്തി വെച്ചിരിക്കുന്നത്. തിരിച്ചിറങ്ങി വരുമ്പോൾ എനിക്ക് തോന്നി ഇത് രവീന്ദ്രനാഥ ടാഗോറാണ്. പിന്നെ തോന്നി ഇത് യേശു ക്രിസ്തുവാണ്. JC സാറിനെ കാണാൻ ആദ്യമായി ശ്രീലകത്തിൽ പോയ ദിവസം എൻ്റെ മനസ്സിൽ തോന്നിയ സന്ദേഹമാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ചെന്നപ്പോഴൊക്കെ ഈ സംശയം എനിക്ക് തുടർന്നു പോന്നു. പക്ഷെ ഞാൻ JC സാറിനോട് ചോദിച്ചില്ല, ഇത് ആരെയാ കൊത്തി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചില്ല. ഗേറ്റിൽ ആരെങ്കിലും വന്നാൽ മേളിലെ കറുത്ത ചില്ലുകളിലൂടെ കാണാം. ഗേറ്റ് തുറന്ന് പടിക്കെട്ടുകൾ കയറി മേളിൽ ചെന്നാൽ വിശാലമായ ഹാളാണ്. ഒരുപാട് പേർക്ക് ഇരിക്കാവുന്ന ഇരിപ്പിടങ്ങൾ അവിടെ നിരത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ ഭംഗിയുള്ള അലമാരികളാണ്. അവയിലൊക്കെ കൃത്യമായി അടുക്കി വെച്ചിരിക്കുന്ന പ്രശസ്തമായ പുസ്തകങ്ങൾ. ഒരിക്കൽ അവിടെ സാറിനെ കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുമ്പോൾ
ഒരു ചുമ്മാ സമയം പോകാനായിട്ട് ഒരു പുസ്തകം ആ ഷെൽഫിൽ നിന്ന് എടുത്ത് ചുമ്മാ മറച്ചു നോക്കി. 100 വർഷം 100 കഥകൾ എന്ന ഒരു തടിച്ച പുസ്തകമാണ് ഞാനെടുത്ത് മറച്ചു നോക്കിയത്. ഞാൻ ആ പുസ്തകം മറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ജെ.സി. സാർ അകത്തേക്ക് കയറി വന്ന് വേഷം മാറി വന്നത്. പുസ്തകം മടക്കി വെച്ച് ഞാൻ എണീക്കുമ്പോൾ ആ പുസ്തകം ദിനേശ് എടുത്തോളൂ എന്നായി സാർ. അക്കാലത്ത് ആ പുസ്തകം വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും അത്തരം ഒരു സ്ഥിതിയൊന്നും ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. വലിയ പുസ്തകമാണ്, 100 വർഷം 100 കഥകൾ. ഇന്നും 100 വർഷം 100 കഥകൾ എടുത്താൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ ഓർമ്മിക്കും. സത്യമായി പറയുന്നു, അപ്പോഴെൻ്റെ കണ്ണ് നനയും. കഥ പിന്നെയും വഴിമാറിപ്പോകുന്നു. കൃഷ്ണൻ നായർ സിനിമ നിർമ്മിക്കും, ജെ.സി. സംവിധാനം ചെയ്യും. ചർച്ചകൾക്കൊടുവിൽ കഥ തീരുമാനിച്ചു. നോവൽ പുറത്തു വന്ന കാലത്ത് മലയാള യുവത്വത്തെ ആകർഷിച്ച എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ നമുക്ക് സിനിമയാക്കാം എന്ന് തീരുമാനിച്ചു. മയ്യഴിപ്പുഴ ആഴ്ചതോറും കണ്ടശയായി വാരികയിൽ വരുന്നതേ ഉള്ളൂ. ഓരോ ലുക്കവും വായിച്ചിട്ട് ആവേശം തോന്നിയ ജെ.സി. സാറ് മുകുന്ദന് കത്തെഴുതി. ഈ നോവലിന് ഒരു സിനിമയുടെ സാധ്യതയുണ്ടെന്ന് തോന്നിയപ്പോൾ അതും മുകുന്ദനെ എഴുതി അറിയിച്ചിരുന്നു. അദ്ദേഹം അക്കാലത്ത് എംബസി ഉദ്യോഗസ്ഥനായിട്ട് ഡൽഹിയിലാണെന്ന് തോന്നുന്നു. മയ്യഴിയുടെ കഥ സിനിമയാക്കാമെന്ന് ഉറപ്പിച്ചപ്പോൾ ജെ.സി. സാറും കൃഷ്ണൻ നായരും സംഘവും എം മുകുന്ദനെ നേരിൽ കണ്ടു. അതാണ് ഇന്ന് ഈ ചിത്രങ്ങൾക്ക് പിന്നിൽ ഞാൻ കാണിക്കുന്ന ഈ ഫോട്ടോ. മലയാള സിനിമ ഇന്നത്തെ പോലെ പാൻ ഇന്ത്യൻ ആവുകയോ കോടികൾ മുടക്കാവുന്ന അവസ്ഥയിലോ അല്ലല്ലോ. 1 ലക്ഷം രൂപയ്ക്ക് കുട്ടിക്കുപ്പായം പോലുള്ള സിനിമകൾ ടി വാസുദേവൻ സാർ എടുക്കുന്ന കാലത്താണ് മലയാളത്തിന്റെ പരിമിതിയിൽ നിന്ന് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ ചിത്രീകരിക്കാനാവില്ല എന്ന പരമമായ സത്യത്തിൽ ആ പ്രോജക്റ്റ് നടന്നില്ല. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ സിനിമയാക്കാനായില്ലെങ്കിലും ജെ.സി. സാർ എന്നും ഈ നോവൽ സിനിമയാക്കുന്നത് സ്വപ്നം കണ്ട് ജീവിച്ചു. ഈ പറഞ്ഞ കഥയിലെ കഥാപാത്രം ആയ കൃഷ്ണൻ നായർ നമ്മുടെ പ്രിയപ്പെട്ട ജയനാണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് എനിക്കറിയാം. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നടന്നില്ല എങ്കിലും ജെ.സിയിലൂടെ തന്നെ കൃഷ്ണൻ നായർ ജോസ് പ്രാശ് എന്ന ബേബിച്ചൻ, ജയൻ എന്ന അജയനായി മുഹമ്മദ് ദിവസം മുക്കി ജെ.സിയുടെ തന്നെ ശവമോഷത്തിലൂടെ തുടക്കം കുറിപ്പിച്ചു. അതേ ജയൻ തന്നെ ജെ.സിയുടെ തുറമുഖത്തിൽ എം.ജി. സോമന്റെ കഥാപാത്രം താൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ മുഖത്തടിക്കുന്ന സീൻ ഒഴിവാക്കണം എന്ന് വാശി പിടിച്ച് ചിത്രത്തിൽ നിന്നും ഒഴിവായി മരണം വരെയും ജെ.സി. സാറിന്റെ ശത്രുവുമായി. തൻ്റെ ശരികളിൽ ജീവിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു ജെ.സി. സാർ. അതിലുണ്ടാകുന്ന ലാഭനഷ്ടങ്ങളോ പാരയോ ഒന്നും ചിന്തിക്കാത്ത ആളായിരുന്നു എൻ്റെ ഗുരുനാഥൻ. എം ഡിയോട് വലിയ ആദരവായിരുന്നു. എം ടി രചനകളോടും ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ എം ടിയെ പാടിപ്പുകഴ്ത്തുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളായിരുന്നു ജെ.സി. സാർ. ഒരു ശരാശരി മനുഷ്യന്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളുമുള്ള എം ടിയെ ഒരു വിഗ്രഹമാക്കി പാടി നടക്കുന്ന പാണന്മാരോട് ജെ.സി. കലയിക്കുമായിരുന്നു. ജ്ഞാനപീഠം നേടിയ എം ടിയെ അനുമോദിക്കാൻ മാക്ട തീരുമാനിച്ചു. അന്ന് ഫെഫ്ക ഒന്നുമില്ല, മാക്ട തീരുമാനിച്ചു. നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാർ, മുത്തുക്കൊടകൾ, പുഷ്പവൃഷ്ടിക്കായി പെണ്ണുങ്ങൾ താലം പിടിച്ചിട്ട് ചുവന്ന പരവതാനിയിലൂടെ എം ടിയെ സ്വീകരിച്ച് ആനയിക്കാൻ സിനിമാക്കാർ മത്സരിച്ചു. ഈ കാഴ്ച ജെ.സി. സാറിനെ അസ്വസ്ഥനാക്കി. മാക്ടയുടെ ഭരണസമിതിയിൽ ഉള്ളതിനാൽ അദ്ദേഹം മാറി നിന്നില്ല. എം ടിയോടുള്ള ആദരവും മറക്കാനായില്ല. ചടങ്ങ് നടക്കുന്ന ഹാളിന് പുറത്തു നിന്ന് ചടങ്ങ് അത്രയും വീക്ഷിച്ച് തൻ്റെ പ്രതിഷേധം പരസ്യമാക്കി ജെ.സി. സാർ. ആര് വിളിച്ചിട്ടും ആടിച്ചുറത്തിലേക്ക് കയറിയില്ല. ചെമ്മീൻ സിനിമയെ നാടെങ്ങും സ്തുതിവചനങ്ങൾ കൊണ്ട് പൊതിഞ്ഞപ്പോൾ വിമതസ്വരം പ്രകടിപ്പിക്കാനും ജെ.സിക്ക് മടിയുണ്ടായിരുന്നില്ല. എന്നിട്ടോ ആ ജെ.സിയെ നായകനാക്കി ചെമ്മീൻ്റെ നിർമ്മാതാവും സംവിധായകനും 7 രാത്രികൾ എടുത്തു എന്ന് പറയുമ്പോൾ ജെ.സി എന്ന് പറഞ്ഞ മനുഷ്യനോട് ഇവർക്കൊക്കെ ഉള്ള ഒരു ആദരവ്, സ്നേഹം, ബഹുമാനം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല മരണം വരെയും കൺമണി ബാബു എന്ന ചെമ്മീനിൻ്റെ നിർമ്മാതാവിൻ്റെ ഏറ്റവും അടുത്ത സിനിമാ സുഹൃത്ത് ജെ.സി. സാറായിരുന്നു. കൺമണി ബാബു അവസാനമെടുത്ത അസ്ഥി എന്ന് പറഞ്ഞ സിനിമയാണല്ലോ അദ്ദേഹം അവസാനം എടുത്ത് പൊളിഞ്ഞുപോയി. ആ സിനിമയിലാണ് ജെ.സി. സാർ അവസാനമായി ക്യാമറയുടെ മുന്നിൽ നിന്നത്. രസകരമായ ഒരു കഥ വേണമെങ്കിൽ ഇവിടെ പറയാം. അയ്യപ്പൻകാവിലെ ശ്രീലകത്തിന്റെ മുന്നിൽ ബാബു സേട്ടിന്റെ ബെൻസ് കാർ ഒഴുകി വന്ന് നിൽക്കും. അത് കാണുമ്പോൾ ജെ.സി. സാർ മേളിൽ നിന്ന് ഇറങ്ങിച്ചെല്ലും. കയറ് എന്ന ഒറ്റ വാക്ക് മാത്രമേ കൺമണി ബാബു എന്ന ബാബു സേട്ട് പറയൂ. ജോഷി സാറ് കാറിൽ കയറും. കാറ് പറന്ന് ഒഴുകി മുന്നോട്ട് പോകും. ആ കാറ് പോയി നിൽക്കുന്നത്
ഊട്ടിയിലോ കൊടൈക്കനാലിലോ ആയിരിക്കും. ഉടുത്തിരിക്കുന്ന വേഷത്തിലാണ് യാത്ര. പുതിയ മുണ്ടും ജുബയും അടിവസ്ത്രങ്ങളും ബ്രഷും പേസ്റ്റും വരെ ഡ്രൈവർ പോയി വാങ്ങി വരും. തിരിച്ചു മടക്കം 4-5 ദിവസം കഴിഞ്ഞാവും. കൺമണി ബാബുവിന്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു എന്നും ജെസ്സി സാർ. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ചിത്രലേഖ എന്ന ഫിലിം സൊസൈറ്റി രൂപം കൊണ്ടു. അവർ സ്വയംവരം എന്ന് പറഞ്ഞ സിനിമ നിർമ്മിച്ചു, പുറത്തു വന്നു. പുറത്തു വന്ന അന്ന് തന്നെ സ്വയംവരം കണ്ടു ജെസ്സി സാർ. താങ്കളുടെ ചലച്ചിത്ര സമീപനം അഭിനന്ദനം അർഹിക്കുന്നുവെന്ന് അടൂരിന് കത്തെഴുതി. അതേ അടൂരിനെ പാണന്മാർ വാഴ്ത്തിപ്പാടുന്ന കാഴ്ചകൾ പിന്നീട് കണ്ടപ്പോൾ അടൂരിനെ ഒരു വിഗ്രഹമാക്കുന്ന പേനയുന്തുകാരോട് ജെസ്സി സാർ വിയോജിച്ചു. ഫലമോ, എന്തിനേയും ഏതിനേയും ആരെയും വിമർശിക്കുന്ന ദോഷയിക ദൃക്കിന്റെ നാവാണ് ജെസ്സിക്കെന്ന് ചാർത്തി കൊടുത്തു ആസ്ഥാന വിദൂഷകന്മാർ. അക്ഷോഭ്യനായി. അപ്പോൾ ജെസ്സി സാർ പറയാറുള്ളത്, ജീവിച്ചിരുന്നപ്പോൾ അവതാരമായി ഘോഷിക്കപ്പെട്ടില്ല എന്നതാണ് പത്മരാജന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നായിരുന്നു. മരിച്ച ശേഷം പി പത്മരാജനെ ഇവിടെ ഗന്ധർവൻ വരെ ആക്കി എന്നുള്ളത് വേറൊരു കഥ. പക്ഷെ സാറ് പറയുന്നത് ജീവിച്ചിരുന്നപ്പോൾ അവതാരമായി ഘോഷിക്കപ്പെട്ടില്ല പത്മരാജനെ എന്നുള്ളതാണ് പത്മരാജനുള്ള ഏറ്റവും വലിയ ആദരവ് അദ്ദേഹത്തിന്. അതുപോലെ ജെസ്സി സാർ വിവാദം ഉണ്ടാക്കിയ കാര്യങ്ങൾ പറയുന്നത് ഒരുപാടുണ്ട്. സിനിമാ വാരികൾ വായിക്കാറില്ലേ എന്ന് ഏതോ പത്രക്കാരൻ ചോദിച്ചാൽ പറഞ്ഞാൽ അത് ഞാൻ ടോയ്ലറ്റിൽ പോകുമ്പോഴാണ് വായിക്കാറെന്ന മറുപടി പറഞ്ഞു. അക്കാലത്ത് സിനിമാ വാരികൾ ഭയങ്കരമായിട്ട് ജെസ്സി സാറിനെ വിമർശിക്കുമായിരുന്നു. തോന്നുന്നത് തോന്നും പോലെ തുറന്നു പറയുക. അങ്ങനെ താൻ പറയുമ്പോൾ ബന്ധങ്ങൾക്ക് മുറിവേൽക്കുന്നതോ തൻ്റെ തന്നെ മുൻ നിലപാടുകൾക്ക് വിരുദ്ധമാകുന്നതോ ജെസ്സി സാർ കൂട്ടാക്കിയതേയില്ല. നാവിന് കുറച്ച് നിയന്ത്രണം ഉണ്ടാകുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ കുറച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടാകട്ടെന്നേ, എന്നാലേ നമ്മളൊക്കെ ഇവിടെ ഉണ്ടെന്ന് ലോകമറിയൂ എന്നായിരുന്നു സാറിൻ്റെ മറുപടി. ഞാനൊരു പച്ച മനുഷ്യനാണ്, സാധാരണക്കാരിൽ സാധാരണക്കാരൻ. അതിൻ്റെതായ എല്ലാ ബലഹീനതകളും ചായ്വുകളും എടുത്തുചാട്ടങ്ങളും അസൂയയും കൊതിക്കറിവും പരിഭവങ്ങളും എല്ലാ വികാരങ്ങളും എനിക്കുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും, പറയും. 100% തന്നെക്കുറിച്ച് ജെസ്സി പറഞ്ഞത് സത്യസന്ധമായ വിലയിരുത്തലാണ്. ശ്രീലകം എന്ന തൻ്റെ കയ്യിലൊതുങ്ങാത്ത വീട് പണിതതിൽ പോലും അദ്ദേഹം പറഞ്ഞ ഈ അപകർഷതാ ബോധമുണ്ടായിരുന്നു. സിനിമാ സംവിധായകനായി തുടരെ സിനിമകൾ ചെയ്യുന്നു. പക്ഷെ താമസിക്കുന്നത് ഒരു ചെറിയ അയ്യപ്പൻകാവിലെ ഒരു ചെറിയ വാടക വീട്ടിൽ. എങ്ങനെയോ MG സോമൻ ജെസ്സിയുടെ പ്രിയപ്പെട്ടവനായി. എല്ലാ സിനിമയിലും സോമേട്ടൻ ഉണ്ടായിരുന്നു. സോമു എന്നാണ് ജെസ്സി സാർ വിളിച്ചിരുന്നത്. MG സോമൻ തൻ്റെ ചെറിയ വീട് അന്വേഷിച്ച് വരുമെന്ന് സാറിന് തോന്നി. അങ്ങനെ തോന്നിയാൽ സാറ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ MG സോമൻ ഏത് ഹോട്ടലിലാണോ താമസിക്കുന്നത് അവിടേക്ക് ചെല്ലുമായിരുന്നു. നാടകത്തിലായിരുന്നപ്പോഴും സിനിമയിലെത്തിയപ്പോഴും ടാക്സി കാറിലല്ലാതെ യാത്ര ചെയ്യില്ലായിരുന്നു എൻ്റെ ജെസ്സി സാർ. ബോധ്യപ്പെടുത്തലിൽ വിശ്വസിച്ച മനുഷ്യനായിരുന്നു ജെസ്സി സാർ. നല്ല വില കൂടിയ സ്പ്രേ അടിക്കുക, എപ്പോഴും ചുളിവില്ലാത്ത ജുബ്ബയും കസവും മുണ്ട് കൊടുക്കുക, കയ്യിൽ എപ്പോഴും പുകയുന്ന പരമേശ്വരൻ്റെ തലയിൽ ഗംഗ ഒഴുകുന്നത് പോലെ എപ്പോഴും കയ്യിൽ 555 സിഗരറ്റ് ഉണ്ടാവുക, ഇതൊക്കെ ആയിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊച്ചിൻ ടവറും അയ്യപ്പൻകാവിലെ വീടുമായിട്ട് ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല. ഒരു ആട്ടോയിൽ പോയാൽ അന്നത്തെ കാലത്ത് ഒരു 15 രൂപ കൊടുക്കണം. പക്ഷേ കാൾ ടാക്സി വിളിച്ചേ സാർ പോവുള്ളായിരുന്നു, അല്ലാതെ ഒരിക്കലും ആട്ടോയിൽ യാത്രയില്ലായിരുന്നു. കുടിസ് വാടക വീട്ടിലാണ് തൻ്റെ താമസം എന്ന ചിന്ത വേട്ടയാടിയപ്പോൾ പരിഹാരമായി അതിനടുത്ത് നിന്ന് ഇത്തിരി സ്ഥലം വാങ്ങി അന്നത്തെ കാലത്ത് തൻ്റെ സഹപ്രവർത്തകരായ പലർക്കും സ്വന്തമാക്കാൻ കഴിയാത്തത്ര വലിയ വലിപ്പത്തിലുള്ള വീട് പണിതുണ്ടാക്കിയതും അതുമൂലം ഉണ്ടായ സാമ്പത്തിക ഞെരുക്കവും മറന്ന് അഭിമാനപൂർവ്വം സഹപ്രവർത്തകരെ ക്ഷണിച്ചു വരുത്തി വിരുന്നൊരുക്കി സന്തോഷിച്ച ആളായിരുന്നു ജെസ്സി സാർ. വീട് പൂർത്തിയാക്കി പാല് കാച്ചുന്ന ദിവസം മുഖ്യ അതിഥിയായി ഒരാളെയാണ് അദ്ദേഹം വിളിച്ചത്. ആരെന്ന് ചോദിച്ചാൽ ജെസ്സി സാർ ക്ഷണിച്ചു കൊണ്ടുവന്നത് അപ്പോഴേക്കും സിനിമാ രംഗത്ത് നിന്ന് പിന്മാറി കഴിഞ്ഞിരുന്ന തൻ്റെ ആദ്യ സിനിമയുടെ നിർമ്മാതാവായ കാർട്ടൂണിസ്റ്റ് തോമസിനെയാണ് മുഖ്യ അതിഥിയായി വീട് പാലുകാച്ചിന് കൊണ്ടുവന്നത്. തോമസ് തുറന്നു കൊടുത്ത വാതിലിലൂടെ ജെസ്സിയും കുടുംബവും ഗൃഹപ്രവേശനം നടത്തി. അതുപോലെ തന്നെ കുടുംബവുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിലും ജെസ്സി സാറ് സിനിമാക്കാർക്കില്ലാത്ത ആ ഗുണം സൂക്ഷിച്ചിരുന്നു. ഭാര്യയെയും മകളെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചവനായിരുന്നു എൻ്റെ ഗുരുനാഥൻ. എവിടെ പോയാലും, എത്ര ദൂരത്തിൽ പോയാലും, എത്ര തിരക്കുണ്ടായിരുന്നാലും ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ വിളിക്കാതെ
ജെ.സി. സാർ ഉറങ്ങില്ലായിരുന്നു. വിശിഷ്ടമായത് എന്ത് കണ്ടാലും വീട്ടുകാർക്ക് വേണ്ടി വാങ്ങിക്കുമായിരുന്നു. അടുക്കളയിലെ സർവാധികാരിക്കാരി ഭാര്യയും ഏത് കാര്യത്തിനും തന്നെ ശാസിക്കാനുള്ള അവകാശം മകൾ ഷേർലിക്കും സ്നേഹപൂർവ്വം ഈ മനുഷ്യൻ ഹൃദയപൂർവ്വം പതിച്ചു നൽകിയിരുന്നു. ഒരു രസകരമായ കാര്യമാണെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. ഞങ്ങള് കുതിരകളെ മോഹൽ പക്ഷികളൊക്കെ എഴുതുമ്പോൾ കൊച്ചിൻ ടവറിലാണ് താമസിക്കുന്നത്. നമ്മുടെ നോർത്തിലാണ് കൊച്ചിൻ ടവർ. ഇപ്പോൾ ആ ഹോട്ടലിന്റെ പേരൊക്കെ മാറി. മമതാ മോഹൻദാസിനെ ആദ്യം കല്യാണം കഴിച്ച ചെറുപ്പക്കാരൻ്റെ വകയാണ് ഇപ്പോൾ ആ ഹോട്ടൽ. എന്തോ ഒരു ഹൈന്ദവ പേരാണ്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ സാറ് രാവിലെ ഹോട്ടലിലേക്ക് വരാനായിട്ട് കാർ വിളിച്ച് മാസം വാടകയാണ് കൊടുക്കുന്നത്, മാസം തോറമാണ് കൊടുക്കുന്നത്. കാർ വന്ന് വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് വീട്ടുകാരിയോട്, ഷെർലിയുടെ അമ്മയോട് ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് സാറൊരു ഉപദേശം കൊടുക്കും. ഞാനേ കൊച്ചിൻ ടവറിലേക്ക് പോവാണ്, ദിനേശ് അവിടെ ഉണ്ട്, ഞങ്ങൾ തിരക്കഥ എഴുത്തിലായിരിക്കും. ആരെങ്കിലും വരികയോ വിളിക്കുകയോ ചെയ്താൽ ഞാൻ എവിടെ പോയി എന്ന് ദയവ് ചെയ്ത് പറയരുത്. സാർ പറയണം കേൾക്കാൻ. ദയവ് ചെയ്ത് പറയരുത്, ജോലി നടക്കട്ടെ. അപ്പോൾ സാറിൻ്റെ ഭാര്യ സമ്മതിക്കും. പറയാം. സാറ് കാർ കയറി ഒരു 4-5 മിനിറ്റ് കൊണ്ട് ഹോട്ടലിലെത്തുമല്ലോ. എത്തി ചായയൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഒന്നുകിൽ ആരെങ്കിലും കയറി വരും, ഇല്ലെങ്കിൽ ഫോൺ ചെയ്യും. ജെസ്സി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, കൊച്ചിൻ ടവറിൽ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതാണെന്ന് അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ സംസാരിക്കും. സാർ ഇങ്ങനെ ശ്രദ്ധിച്ചെല്ലാം മറുപടി പറയും. ഫോൺ വച്ചോടം തിരിച്ച് വീട്ടിലേക്ക് വിളിക്കും. സാർ വിളിക്കുന്നതാണ് രസം. എടോ ഭാര്യയെ, ഞാൻ വളരെ മര്യാദയ്ക്ക് മലയാളത്തിലല്ലേ പറഞ്ഞിട്ട് വന്നത്, ഞാൻ ജോലിക്ക് പോകുന്നതാണ്, അത് ശല്യപ്പെടുത്താൻ ആരെയും ഞാൻ എവിടെ ഉണ്ടെന്ന് പറയരുതെന്നുണ്ട്. താൻ എന്തിനാടോ ഭാര്യയെ ഞാൻ കൊച്ചിൻ ടവറിലുണ്ടെന്ന് ഇന്ന ആളിനോട് പറഞ്ഞത്? അപ്പൊ പാവം, അവർക്ക് ഇത് വല്ലതും അറിയാം. അവരങ്ങ് പറയും, ജെസ്സി ഉണ്ടോ നോക്കുമ്പോൾ ജെസ്സി കൊച്ചിൻ ടവറിലുണ്ട്, സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക ദിനേശുമായിട്ട്. സാറ് ഇത്രയും ക്ഷമയുള്ള ആളെന്ന് പറയാൻ കാര്യം, ഈ ഫോൺ വെച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ആൾ വിളിക്കും. അപ്പോഴും സാറ് ഇതുപോലെ വീണ്ടും വിളിക്കും, ഇടോ ഭാര്യയെ, വീണ്ടും താൻ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞോ? അവരെല്ലാവരുടെയും പറയും ഇന്നടത്തുണ്ടെന്ന്. ഇത്ര സാധുവായ പ്രകൃതമായിരുന്നു ജെസ്സി സാറിൻ്റെ ഭാര്യയ്ക്ക്. അവർ തമ്മിലുള്ള ഹൃദയബന്ധം. അതുപോലെ തന്നെ ഷെർലി അപ്പച്ചനോട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെയ്യില്ല. അത്ര എന്താ പറയുക, ഇഷ്ടമായിരുന്നു ഷെർലിയെ. ഷെർലിയുടെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഷെർലിയുടെ വിവാഹം നിശ്ചയിച്ചു. എന്നെ വിളിച്ച് സാർ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, ദിനേശേ, ഞാനൊരു 50 കാർഡും ഒരു 30 പേരുടെ ലിസ്റ്റ് വായിക്കും. ഈ 50 കാർഡിലെ 30 പേര് വിട്ട് ബാക്കി 20 കാർഡ് ദിനേശിന് ഇഷ്ടമുള്ളവരെ വിളിക്കാനാണ്. ഈ വിളിക്കാൻ ഞാൻ അയക്കുന്ന ലിസ്റ്റിലുള്ളവരെ കാണാൻ പോകുമ്പോൾ ദിനേശ് ഒരിക്കലും സ്കൂട്ടറിലോ ആട്ടോയിലോ ഒന്നും പോകരുത്, ഒരു കാറ് പിടിച്ചു പോകണം. കാരണം ദിനേശിൻ്റെ സഹോദരിയുടെ കല്യാണമാണ്. ആ ഉത്തരവാദിത്വത്തോടെ വിളിക്കണം എന്നൊരു കത്ത്. അതിൻ്റെ കൂടെ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു 10-25 വർഷം മുമ്പ് 500 രൂപയും വെച്ചിട്ടുണ്ട് കാറിന്. അന്നൊരു 100-100 രൂപ കൊടുത്ത കാറ് കിട്ടും. ആ ലിസ്റ്റ് വായിച്ച് ഞാൻ ഞെട്ടിപ്പോയി. DGP കിഷൻ നായർ സാർ, മോഹൻലാൽ അടക്കം തിരുവനന്തപുരത്തുള്ള പ്രബലരായ ആൾക്കാരെ വിളിക്കാനാണ്. ഞാൻ ജെസ്സി സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ, ഈ DGP കിഷൻ നായർ സാറിനെയും മോഹൻലാലിനെയൊക്കെ ഞാൻ വിളിച്ചാൽ മതിയോ? ദിനേശ് വിളിച്ചാൽ വരുന്നവർ വന്നാൽ മതി. ദിനേശിൻ്റെ സഹോദരിയുടെ കല്യാണമാണ് വിളിക്കുന്നത്. ആ ബോധ്യത്തിൽ അവർ വരുന്നെങ്കിൽ വരട്ടെ, വരുന്നില്ലെങ്കിൽ വേണ്ട, നമ്മൾ അറിയിക്കുന്നു. ഞാൻ കൃത്യമായിട്ട് ഈ പറഞ്ഞ എല്ലാവരെയും പോയി നേരിക്കണ്ട് കത്ത് കൊടുത്തു. അത്രയും സ്നേഹമുള്ള ആളായിരുന്നു എന്നോട് ജെസ്സി സാർ. ആ വലിയ മനുഷ്യനെ കുറിച്ച് ഫോട്ടോയ്ക്ക് പിന്നിൽ എന്നുള്ള ഈ സെഗ്മെന്റിൽ ഈ കഥ പറയാൻ കഴിഞ്ഞത്. മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ ചെയ്യണമെന്ന് വലിയ മോഹമുണ്ടായിരുന്ന ആളായിരുന്നു ജെസ്സി സാർ. എം മുകുന്ദൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സുരാജ് വെഞ്ഞാറമ്മൂട് അഭിനയിച്ച ആട്ടോക്കാരൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റൊക്കെ എഴുതിയപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ജെസ്സി സാറിൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നേനെ. നടന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഞാൻ ഓർക്കാത്ത ദിവസങ്ങളില്ല. ആ വലിയ മനുഷ്യനെ ജീവിച്ചിരുന്നുവെങ്കിൽ എനിക്കത് ഒരുപാട് ഗുണം ചെയ്തേനെ. എൻ്റെ ആബ്സെൻറ്റിൽ പോലും എന്നെപ്പറ്റി സാറ് പലരോട് സംസാരിച്ചത് കേൾക്കുമ്പോൾ അതിപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. അത്രയ്ക്കും എന്നെ സ്നേഹിച്ച മനുഷ്യനായിരുന്നു ജെസ്സി സാർ. ആ വലിയ മനുഷ്യൻ 65-ാമത്തെ വയസ്സിൽ വിട പറയേണ്ടി വന്ന ആ ഹതഭാഗ്യനായ മനുഷ്യൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.